ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്നിപ്പോ ലോക്സഭയിൽ 16 മണിക്കൂർ ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയ്ക്ക് തുടക്കമിടും. പ്രതിപക്ഷ നിരയിൽ രാഹുൽ ഗാന്ധി ചർച്ച നയിക്കും. ലോക്സഭയിലെ പ്രതിപക്ഷ പാർട്ടികളോടുള്ള സമീപനം ചർച്ച ചെയ്യാൻ ഇന്ന് രാവിലെ 10:30 ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ശരത്ലാലാണ് നമുക്കിപ്പം ചേർന്നത്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു, തടസ്സപ്പെട്ടിരുന്നു. 16 മണിക്കൂർ ചർച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ നടത്തുമെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഭരണപക്ഷം പ്രതിപക്ഷം വാക്പോരിന് കൂടി നമ്മൾ വേദിയാകേണ്ടി വരുമെന്ന കാര്യത്തിലും തുടക്കമേ സംശയമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ചർച്ചകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? വിവരങ്ങൾ പറയാം. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് പാർലമെന്റ് സ്തംഭനാവസ്ഥയിലാണ്. അതിന് പ്രധാന കാരണം തന്നെ ബീഹാർ തീവ്ര വോട്ടർപട്ട പരിശോധനയും അതേപോലെ തന്നെ സിന്ദൂർ ചർച്ചയുമാണ്. ഇപ്പോൾ സർക്കാർ അതിനെ അംഗീകരിച്ചിരിക്കുകയാണ്. ട്രഷറി ബെഞ്ച് അത് അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ചർച്ച ആരംഭിക്കും. ലോക്സഭയിൽ ചർച്ച നയിക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ചർച്ച നയിക്കുന്നത് സേതുലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധിയാണ്, പ്രതിപക്ഷ നേതാവാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയിൽ വളരെ വിവാദമായ ശശി തരൂരിനെ കോൺഗ്രസിൻ്റെ പേരിൽ കോൺഗ്രസിന് അനുവദിച്ച സമയത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ശശി തരൂർ പ്രസംഗിക്കുമോ എന്നുള്ളതാണ്. ഏതായാലും പ്രാഥമിക പട്ടികയിൽ ശശി തരൂരിൻ്റെ പേരില്ല. അത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണം കൂടി കടന്നു വന്നിരിക്കുകയാണ്. ശശി തരൂർ പ്രസംഗിക്കുക അതായത് തങ്ങളുടെ ചെലവിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തണ്ട എന്ന രീതിയാണ് ജയറാം രമേശ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ന് 10:30 മണിയോടുകൂടി പ്രതിപക്ഷ നേതാക്കളുടെ യോഗം രാഹുൽ ഗാന്ധി പാർലമെന്റിലെ തൻ്റെ ഓഫീസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഓപ്പറേഷൻ സിന്ദൂരിൻ്റെയും പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയും കാര്യത്തിൽ ലോക്സഭയിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഈ യോഗത്തിൽ തീരുമാനമെടുക്കും. ഈ യോഗത്തിൽ വെച്ചായിരിക്കും പ്രതിപക്ഷ കക്ഷികൾ ഏത് തരത്തിലാണ് ഈ സിന്ദൂരിനോട് പ്രതികരിക്കേണ്ടത്, എന്ത് സമീപനമാണ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, TMC ആവട്ടെ ഇക്കാര്യത്തിൽ TMC സ്വതന്ത്രമായ നിലപാടാണ് എടുക്കുക എന്ന സൂചന നൽകിയിട്ടുണ്ട്. തൃണമൂലിൻ്റെ ഈ നിലപാട് ചർച്ചകളെ തന്നെ ബഹളമയമാക്കുമോ എന്നൊരു ഭയം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമുണ്ട്. ഏതായാലും രാജ്യം കാത്തിരിക്കുന്ന ഒരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ ഇടപെട്ട് പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതുവരെ നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷ കക്ഷികൾക്കും കോൺഗ്രസിനും സർക്കാരിനോട് ചോദിക്കാനുണ്ട്. എത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടു, ട്രംപ് മധ്യസ്ഥ വഹിച്ചോ, എന്തൊക്കെയാണ് പ്രധാന നേട്ടങ്ങൾ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് സർക്കാർ ഈ പാർലമെന്റിൽ ഈ ലോക്സഭയിൽ ഇന്ന് 16 മണിക്കൂറിന് ശേഷം മറുപടി നൽകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സേതുലക്ഷ്മി.